ഹലോ, അസ്സാം വലൈക്കും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് പഴം എങ്ങനെ മാസങ്ങളോളം ഒന്നും ഇരിക്കില്ലായിരിക്കും, എന്നാലും ആഴ്ചകളോളം എങ്ങനെ പെട്ടെന്ന് പഴുത്ത് പോകാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ടിപ്പാണ് കേട്ടോ. ആഴ്ചകളോളം വെച്ചേക്കണ എന്തിനെടുത്ത് തിന്നാൽ പോരെ എന്നാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കുത്തിക്കയറ്റി തിന്നാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്കെല്ലാം ഒരുമിച്ച് പഴുത്ത് പോവാതിരിക്കാൻ ഇതുപോലൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. വെറുതെ ഇട്ട് കൊടുത്താൽ പോരാ, ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമുക്കൊരു തുണിയോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ തണ്ട് ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എടുത്ത് കമിഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ സൂക്ഷിക്കാം കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് പറയുന്നത്, എനിക്കിങ്ങനെ വലിച്ച് നീട്ടണ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. നമ്മുടെ പച്ചമുളകൊക്കെ പെട്ടെന്ന് പഴുത്ത് പോവാതിരിക്കാനും ചീഞ്ഞ് പോവാതിരിക്കാനുമായിട്ട് നമ്മുടെ പച്ചമുളക് എടുത്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ വാഷ് ചെയ്തിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുന്ന ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളാരും ഇതുപോലത്തെ ഒരു ടിപ്പ് കണ്ടിട്ടില്ലായിരിക്കും. ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി തൂവി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്കത് പച്ചമുളക് പഴുത്ത് പോവാതെയും ചീഞ്ഞ് പോവാതെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം കേട്ടോ.